നമുക്കിന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുക്കണം. ചിക്കന് നമുക്കങ്ങനെ ബോൺസ് ഒന്നും ഇല്ലാത്ത ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ എരിക്ക് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും ഉപ്പും കൂടി ഒഴിച്ചിട്ട്, നമുക്ക് ലൈം വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അത് ഓപ്ഷണലാണ്. ഇത് ഇത്രയും കൂടി റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് മിക്സാക്കി നമ്മളൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് അതിന് ശേഷം, അതായത് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം അത് ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന്, പക്ഷേ ഉള്ളൊന്ന് വെന്ത് കിട്ടണം എന്നുള്ളതിലാണ് മെയിൻ കാര്യം. ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ വേണ്ടത് അതെല്ലാം കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മാക്സിമം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഞാൻ ക്യാരറ്റും ക്യാബേജുമാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മെയിനാണ്. ക്യാബേജ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മയോണൈസ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ ഇപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി ഒരുമിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും വിനെഗറും ഉപ്പും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇത്ര തിക്കായിട്ടുള്ള ഒരു മയോണൈസ് റെഡി ആയിട്ട്. മയോണൈസിൻ്റെ റെസിപ്പി വേറൊരു ദിവസം ഇടാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനും കൂടെ ചെയ്യുമ്പോ വീണു. ഞാനും കൂടെ ചെയ്യട്ടെ. ഒരേ തവണ മറിയമ്മേ. ഗൈസ് കുഷ്പോ ചിക്കൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസപ്പം കാണിച്ചാട്ടാ. ഞാൻ ചെയ്യാമേ. മോനെ കൊണ്ട് പറ്റൂല. നോക്കട്ടെ ഫോണ് താഴെ വീഴും. നോക്കട്ടെ. ഗൈസപ്പം കുഷ്പ വലി മിച്ചമാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. പറ്റൂല, ഇടയ്ക്ക് കുരുങ്ങും. മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ് നമ്മൾ ഇപ്പോൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. ചിക്കൻ ചോപ്പ് ചെയ്തതും വെജിറ്റബിൾസും പിന്നെ നമ്മുടെ മയോണൈസും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, ബ്രെഡിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കി വെക്കുക. അതായത് നമ്മൾ ഓയിലൊന്നും എടുക്കാൻ പാടില്ല, അല്ലാണ്ട് തന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കി ബ്രൗൺ കളറിലാവുമ്പോഴത്തേനും സംഭവം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇനി മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ കാണുന്നതിനേക്കാളും അടിപൊളിയാണ്. ഗൈസ് സൂപ്പറാ.